മുഴുവൻ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണാ സമരം നടക്കുകയാണ്. 2025-26 സാമ്പത്തിക വർഷത്തേക്ക് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ എല്ലാ സാധനങ്ങൾക്കും നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ നടുവടിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 5 വർഷം പൂർത്തിയാകാൻ പോകുന്ന ഈ സമയത്ത് പോലും ജനക്ഷേമകരമായ യാതൊരു പദ്ധതികളും നടപ്പിലാക്കാതെ ജനങ്ങളെ ആകെ കഷ്ടത്തിലാക്കുന്ന ഈ നടപടിക്കെതിരെയുള്ള സമരത്തിന്റെ തണ്ണീർമുക്കം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സമരത്തിന്റെ ഭാഗമായാണ് ഇന്ന് ഇവിടെ നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ ധർണാ സമരത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ബഹുമാനായ മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീ രാജീവൻ നമ്പൂരി സാറിനെ ക്ഷണിച്ചോളൂ. ഇന്ന് കേരളത്തിലുടനീളം എല്ലാ വില്ലേജുകളിലും ഭരണമാക്കി നടക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളെ പ്രത്യേകം പറയാവുന്നതാണ്. കൂടുതൽ വെയിൽ വരുന്ന സാഹചര്യത്തിൽ സംസാരം വർദ്ധിപ്പിക്കുന്നില്ല. ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്വാഗതം ആശംസിക്കുന്നു. ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിനായി DCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ആർ ശശിധരനെ ക്ഷണിച്ചു. ഈ ധർണാ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ T.T. സാജു, ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സജീവ് ജാദവ്, DCC മെമ്പർമാരായ ശ്രീ ജോസഫ് സോമ, മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും ഈശ്വരമായ ശ്രീ എസ് കോഹ്ലി, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, ശ്രീ സലാഹേശ്വര സിംഗം, ജനപ്രതിനിധികൾ, മനോജ് കുമാർ ബൂത്ത് അടക്കമുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് നികുതിക്കുള്ളക്കെതിരെ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വില്ലേജ് ഓഫീസുകൾക്കും മുന്നിലേക്ക് വന്നുള്ള പ്രതിഷേധ മാർച്ചും ധർണ നടക്കുക. നമ്മുടെ കഴിഞ്ഞ ബഡ്ജറ്റിലൂടെ സംസ്ഥാനത്ത് നിലവിലുള്ള ഭൂനികുതി 50% വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഗവൺമെന്റിനുള്ളത്. ഇന്ന് 100 രൂപ നികുതി അടയ്ക്കണമെന്ന 1-ാം തീയതി 200 രൂപ അടയ്ക്കേണ്ട സാഹചര്യമാണ്. ഒപ്പം തന്നെ അനുബന്ധമായി വില്ലേജ് ഓഫീസുകളിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും എല്ലാ അപേക്ഷകളുടെയും ഫീസ് വർദ്ധിപ്പിക്കുന്നതിനുമാണ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെയാണ് സംസ്ഥാനത്തെ ഈ ഭൂമി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ വകുപ്പിൽ ഭൂമി രജിസ്റ്റർ ബന്ധപ്പെട്ടുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി കഴിഞ്ഞ ബഡ്ജറ്റിലും ഈ ബഡ്ജറ്റിലും വ്യാപകമായി വർദ്ധിപ്പിച്ചു. അവിടെ എല്ലാ ഫീസുകൾക്കും അപേക്ഷകൾക്കും സർട്ടിഫിക്കറ്റുകളും ഈ ഫീസുകൾ വർദ്ധിപ്പിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തിന് സഹകരണ സ്ഥാപനങ്ങളിലെ നടത്തിക്കൊടുത്ത ഗഹാനിന് പോലും നമ്മുടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് സഹകരണ സ്ഥാപനങ്ങളിലെ വായ്പ രജിസ്ട്രേഷൻ ഗഹാൻ ഏർപ്പെടുത്തി 5 പൈസ ഫീസ് അടയ്ക്കില്ലായിരുന്നു. എന്നാൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഫീസ് ഏർപ്പെടുത്തിയ സമീപനമാണ് ഈ ഗവൺമെന്റ് മുന്നോട്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാ ഈ സംസ്ഥാനത്തെ എല്ലാ രീതിയിലും ഈ ഗവൺമെന്റ് വന്ന ശേഷം എല്ലാ മേഖലയിലും വർധന വരുത്തുന്ന സമീപനമായിട്ടാണ് ഗവൺമെന്റ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഗവൺമെന്റ് ഈ ഉമ്മൻചാണ്ടി കാലത്തെ ഗവൺമെന്റിന്റെ കാലത്ത് 1 രൂപ വർദ്ധിപ്പിക്കാൻ സാഹചര്യത്തിൽ ഈ പിണറായി വിജയനായിട്ടുള്ള ഗവൺമെന്റ് വന്ന ശേഷം ഇന്നിപ്പോൾ 5 പ്രാവശ്യമായി എലക്ട്രിസിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സമീപനമായിട്ടാണ് നിൽക്കുന്നത്. പഞ്ചായത്തുകളിൽ നിലവിലുണ്ടായിരുന്ന ഒരു അപേക്ഷാ ഫീസ് 30 രൂപയായിരുന്നെങ്കിൽ അത് 300 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതിനേക്കാളുപരിയായി നമ്മുടെ ഒരു പെർമിറ്റ് ഫീസ് ഇപ്പോൾ ഒരു 300 രൂപയാണ് പെർമിറ്റ് ഫീസ് 30,000 രൂപ ആക്കുന്ന ശൈലിയിൽ പഞ്ചായത്ത് ഓഫീസിലെ അപേക്ഷാ ഫീസുകളും മറ്റും വർദ്ധിപ്പിച്ചിരിക്കുന്നു. എല്ലാ മേഖലയിലും അതിനേക്കാളുപരിയായി നമ്മുടെ ഈ വാട്ടർ ചാർജ് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് 1 രൂപ വർദ്ധിപ്പിക്കാനുള്ള വാട്ടർ ചാർജ് ഇന്നിപ്പോൾ 1 ലിറ്ററിന് 1 പൈസ എന്നുള്ള ഒരു പറയുമ്പോൾ നമുക്കറിയാം, നിലവിലുള്ള ഒരു ഫിക്സഡ് ചാർജ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന ആ ഓരോ ലിറ്റർ